പ്രിയമുള്ളവരെ, അനിവാര്യമായ മൃത്യു അത് ഒരു ചെറു തെന്നലായി വന്ന് തഴുകി തിരിച്ച് കുളിർമഴ പെയ്യിച്ച് ഒഴുകിപ്പോകുമ്പോൾ കൂടെ കൂട്ടുന്നത് നമ്മൾ ഉച്ഛ്വസിച്ച അവസാന ശ്വാസത്തെയാണ്. വരും തലമുറകൾക്കായി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ആ പഴം തലമുറയ്ക്ക് അത്തരമൊരു സ്വപ്നാടനത്തിനെങ്കിലും അവകാശമില്ലേ? ചുറ്റും കണ്ട കാഴ്ചകൾ നമ്മോട് വിളിച്ചോതുന്നു ഇല്ല എന്ന്. നെറികേടിൻ്റെ കുന്തമുനകൾ വലിച്ചെറിഞ്ഞ് ഭയപ്പാടിൻ്റെ ചക്രവ്യൂഹത്തിലാക്കി ശ്വാസം മുട്ടിക്കുന്ന സാമൂഹ്യ നീതികൾ, മൃത്യുവിൻ്റെ തഴുകലിനായി കാതോർത്ത് കാത്തിരിക്കുന്ന വൃത്തസമൂഹത്തെ വേട്ടയാടുന്ന നെറികേടിൻ്റെ നേർക്കാഴ്ചകളിലേക്ക് കുറച്ച് നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചാരുകസേരകൾ ഒഴിയുന്നില്ല, ഒപ്പം ഉടയോന്റെ കണ്ണുനീരും. എന്നിനിയൊഴിയുമീ ചാരുകസേരയെന്നോർത്ത് ആദി പൂണ്ടവർ കാത്തിരുന്നു. ഉമ്മറക്കോലായിൽ ഉലാത്തിത്തളർന്നവർ ചാഞ്ഞും ചരിഞ്ഞും പിറുപിറുത്തും. എന്നിനിയൊഴിയുമീ ചാരുകസേരയെന്നോർത്ത് ആദി പൂണ്ടവർ കാത്തിരുന്നു. നേരിട്ടു കണ്ടു ഞാൻ ഇന്നലെ ആ നെറികേടിന്റെ നീറുന്ന നേർക്കാഴ്ചകൾ. അകത്തളത്തങ്കണക്കോണിൽ ഒരിടത്തുടയോന്റെ പട്ടും പതക്കങ്ങളും, പുതുമണം മാറാത്ത പുത്തൻ പുതപ്പും, പുതപ്പിനടിയിൽ ഒളിപ്പിച്ച പാവയും, വിറയാർന്ന കൈകളാൽ തപ്പിയെടുത്തൊരാ പാവയെ തന്നുടെ നെഞ്ചോടു ചേർപ്പതും, താരാട്ടുപാട്ടിന്റെ ഈണം വിറപ്പിച്ച ചുണ്ടിനരികിലേക്കെത്തിച്ചു പാവയെ ചെറുമക്കളായി കണ്ടു ചുംബിച്ചുണർത്തിയും, തഴുകി തഴുകി താനേ അടയുന്ന മിഴീണകളിൽ നിന്നോർന്നിറങ്ങുന്ന കണ്ണീർ കണങ്ങളാരും കാണാതൊളിപ്പിച്ച കാഴ്ചകൾ. സിരകളിൽ നിന്നെന്നോ അകന്ന നിദ്രയെ വല്ലപാടുമൊന്നരികിലെത്തിച്ച് എല്ലാം മറന്നൊന്നു മയങ്ങാൻ കൊതിക്കവേ, കാതടപ്പിക്കുന്ന ഘോര ശബ്ദങ്ങളും ചീറിത്തെറിക്കുന്ന തീപ്പൊരിവേറയും, അവശതയോടെത്തി നോക്കുമാ മിഴികളിൽ എന്താണിവിടെ ഈ പടപ്പുറപ്പാടെന്നറിയുവാൻ വെമ്പൽ പൂണ്ടുഴലുന്ന ദൈന്യഭാവത്തിൻ്റെ കാഴ്ചകൾ. മെല്ലെ മെല്ലെ പാതി ഉയർത്തിയ കൈ കൊണ്ടു മാടി വിളിക്കുന്നു മക്കളെപ്പോഴോ നിയമിച്ച കൈവല്യക്കാരനെ. അങ്കണക്കോലായിലങ്ങേ തലക്കലെ ശുചിമുറിപ്പണിയിലെ മേൽനോട്ടത്തിലാണവൻ. കാതടപ്പിക്കുന്ന കൽപ്പണിയാണവിടെ. എന്തിനാണ് ഏതിനാണ് ഇപ്പോഴേതെന്നറിയുവാൻ വീണ്ടും മുഴലുന്ന അംഗചലനങ്ങളുടെ നോവുന്ന കാഴ്ചകൾ. ഒടുവിലെപ്പോഴോ ഒന്നു തിരിയുന്ന നേരത്ത് മാടി വിളിക്കുന്ന കൈ കണ്ട് കൈവല്യക്കാരനവൻ കൈകണ്ട കമ്പിളി പുതപ്പിനരികിലേക്കെത്തി കനിവോടെ കൈപിടിച്ച് അണയ്ക്കുന്ന കാഴ്ചകൾ.
എന്താണവിടെ ഈ കാതടപ്പിക്കുന്ന ക്രൂര ശബ്ദങ്ങൾ എന്നറിയാൻ ഉഴലുന്ന കണ്ണിലെ ദൈന്യഭാവത്തിന് ഉത്തരമോതുന്ന ചെക്കന്റെ കരുതലിൽ കാഴ്ചകൾ. അങ്ങിനിയും അറിഞ്ഞില്ല എങ്കിൽ ഞാൻ ചൊല്ലിത്തരാം. മടിയുണ്ടെനിക്കെങ്കിലും കേട്ടാലും അവിടുത്തെ ശേഷക്രിയകൾക്കായിനി ഏറെ നേരമില്ലെന്നറിഞ്ഞിട്ട് നാട്ടുനടപ്പിന്റെ നന്മ മരമായെന്നും അവിടുന്ന് പാടിപ്പുകഴ്ത്തുന്ന പുകഴ്പെറ്റ ബന്ധു തൻ പ്രിയതമയോടൊപ്പം തങ്ങേണ്ടതിവിടെ ആ 16 നാളിലും അങ്ങിത്ര നാളും ഒരുക്കി വെച്ചിരിക്കുന്നൊരു ആഡംബരങ്ങളിൽ ഇല്ലവനാവില്ല. ഇന്നത്തെ നിലയിലും വിലയിലും ആർഭാടമൊന്നുല്ലസിച്ചുണരുവാൻ ഉണർന്നാലുടൻ പോകേണ്ടിടമൊക്കെ തച്ചുടച്ച് ഉല്ലാസപ്പെരുമഴതൻ പുതുപുത്തൻ ഉപകരണങ്ങളാ സമൃദ്ധമാക്കുന്ന ചെയ്തികളല്ലോ അവിടെ നടപ്പത്. കേട്ടാലും അതു കേട്ട് കണ്ണും കാതും അടപ്പിച്ച് ഇടതടവില്ലാതെ കുത്തിപ്പൊളിച്ചു കൂട്ടുന്ന കൂമ്പാരങ്ങളിൽ കണ്ണും നട്ട് കൈമൈ തളർന്നിരിക്കുന്ന നിസ്സംഗതയുടെ കാഴ്ചകൾ. എല്ലാം അറിഞ്ഞ അറിവിന്റെ നിറവിൽ എൻ ജ്യേഷ്ഠന്റെ പാതി അടയുന്ന മിഴികളിൽ ഊറിയൊലിക്കുന്ന കണ്ണീർ ചാലുകൾ തന്നെ കാഴ്ചകൾ. തകരുന്നു ഞാനുമെൻ ദേഹവും ദേഹിയും ഈ കണ്ട കാഴ്ചകളോരോന്നും എന്നിലേക്ക് ആവാഹിച്ചു. തളർന്നൊന്നുറങ്ങട്ടെ ഞാനിനി, തളർന്നൊന്നുറങ്ങട്ടെ ഞാൻ, തളർന്നൊന്നുറങ്ങട്ടെ ഞാനിനി. ചാരുകസേരകൾ ഒഴിയുന്നില്ല, ഒപ്പം ഉടയോന്റെ കണ്ണുനീരും. അരങ്ങത്ത് രാധാകൃഷ്ണൻ ശ്രീമന്ദിരം, ആൻഡോ ബോണിഫൈസ്, ഗോപിനാഥ്, ആയിഷ നായർ, സുരേന്ദ്രൻ നായർ, ഒപ്പം ശ്രീരഞ്ജിനി കുടുംബാംഗങ്ങളും. രചന സംവിധാനം സുരേന്ദ്രൻ നായർ. ആലാപനം തേക്കടി രാജൻ. ഉടയോന്റെ കണ്ണുനീർ.